ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ് അധികചിഹ്ന രൂപത്തിലുള്ള ഒരു ഉപകരണം. എന്നാൽ എന്താണ് കുരിശ്? അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ബൈബിളിനെ ആശ്രയിച്ചേ മതിയാകൂ. കുരിശ് നിത്യജീവൻ്റെ ആയുധവും നിത്യരക്ഷയുടെ അടയാളവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ട യാഥാർത്ഥ്യമാണ് കുരിശ്. നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടിത്തരാൻ യേശുനാഥൻ തിരഞ്ഞെടുത്തതാണ് കുരിശിൻ്റെ വഴി. നമ്മുടെ ആത്മാവുകളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാലാണ് നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ ലഭിക്കുന്നതും. പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് മാത്രമേ ഈ ജീവിത കുരിശുകൾ നേരിടാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ പത്രോസിന് പരിശുദ്ധാത്മാവ് നഷ്ടമായ അവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം യേശുവിനെ കുരിശ് വഹിക്കുന്നതിൽ തടസ്സപ്പെടുത്തുന്നത്. ആ സമയം യേശു പത്രോസിനെ സാത്താൻ എന്ന് വിളിക്കുന്നത് നാം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നമ്മിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ കുരിശ് വഹിക്കാൻ സാധിക്കുകയില്ല എന്നോർക്കണം. യേശു എല്ലാ വേദനകളും കുരിശിൽ ക്ഷമയോടെ സഹിച്ചതുകൊണ്ടാണ് കുരിശ് മഹത്വീകരിക്കപ്പെട്ടത്. യേശു ചുമന്ന കുരിശ്, യേശു ഉള്ള കുരിശ്, ഇതുതന്നെയാണ് നാം എടുക്കേണ്ട കുരിശും. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്രകാരം തന്നെയായാലും യേശു ഇല്ലാത്ത കുരിശിനെ പറ്റി ചിന്തിച്ചാൽ നാം വഴിയിൽ വീണു പോകും. കുരിശ് വഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുക എന്നതാണ് രക്ഷയുടെ തിരുക്കുരിശിൽ സ്നേഹത്തിൻ്റെ തിരുമുറിവുകളുമായി യേശുനാഥൻ മാനവരാശിയെ ഏറ്റെടുത്തപ്പോൾ നാം കണ്ടത്. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്ത് മാനവ മക്കൾക്കു വേണ്ടി പരിശുദ്ധ മറിയത്തോടും പ്രിയ ശിഷ്യനായ യോഹന്നാനോടുമൊപ്പം യേശുനാഥൻ ഗാഗുൽത്താ മലയിലേക്ക് പോയതുപോലെ നമുക്കും കുരിശോട് ചേർന്നും കുരിശ് വരച്ചും കുരിശ് സഹിച്ചും തിരുരക്തത്താൽ കഴുകപ്പെട്ട് രക്ഷയുടെ തുറന്ന വാതിലിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് അണയാം. ആമേൻ.